അങ്ങനെ ആറാമത് APSM സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു ഗോൾ ആയതിനു ശേഷമുള്ള ഒരു എൻട്രോ ആയിട്ട് വന്നതാണ്. ഇതിൽ ആവേശകരമായ മത്സരത്തിൽ മണ്ണാർക്കാടും പെരുമ്പാവൂരും തമ്മിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ ഗോൾ. ആദ്യ ഗോൾ പെരുമ്പാവൂരാണ്. ആ ഗോൾ മടക്കാനുള്ള വാശിയേറിയ പോരാട്ടമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാനുള്ളത്. പെരുമ്പാവൂർ വീണ്ടും സ്കോർ ചെയ്തുകൊണ്ട് തങ്ങളുടെ വിജയം ആധികാരികത നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. അല്ലെങ്കിൽ വിജയം ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വീണ്ടും ഗോൾ സ്കോർ ചെയ്യേണ്ടതുണ്ട്. അടുത്തൊരു ശ്രമമായിരുന്നു, പക്ഷേ കാര്യമായൊന്നും സംഭവിച്ചില്ല. ഒരാളോട് പരിക്കേറ്റ് വീണെടുക്കുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർ ഒരാള് വളരെ ഡേഞ്ചറാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, തൽക്കാലമില്ല. വളരെ വലിയ രീതിയിൽ ടൈറ്റ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പായിട്ടുള്ള കളി ആരംഭിച്ച് കൂടുതൽ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലെയർ, പെരുമ്പാവൂരിൻ്റെ പ്ലെയർ വീഴുന്ന കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തെ ആംബുലൻസ് കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യമൊന്ന് ഭയപ്പെട്ടെങ്കിൽ പിന്നീട് അദ്ദേഹം എഴുന്നേറ്റിരുന്നു എന്നുള്ളൊരു ചെറിയൊരു സമാധാനമുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം, കളി കുറച്ച് ടൈറ്റ് തന്നെയാണ്. വാശിയേറിയ മത്സരം തന്നെയാണ് ഇരു ടീമും കാഴ്ചവെക്കുന്നത്. മത്സരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ദയനീയ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും വിഷമമുള്ള കാര്യം. ഇത് ഗോൾ ചാൻസ് ആയിരുന്നു. മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ളൊരു കോർണർ കിക്കായിരുന്നു. ആ ബോൾ തട്ടിയെടുത്ത് അതിവേഗം പെരുമ്പാവൂരിൻ്റെ പ്ലേയേഴ്സ് മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ്. ഗോളാകുമായിരുന്നു, പക്ഷേ മണ്ണാർക്കാടിൻ്റെ ഡിഫെൻഡിങ് നിര അതിനെ തട്ടിത്തെറിപ്പിച്ചു. എന്തായാലും നല്ല രീതിയിലുള്ള ആവേശകരമായ അതിവേഗ ഫുട്ബോളാണ് ഇരു ടീമും കാഴ്ചവെക്കുന്നത്. മണ്ണാർക്കാടിന് അനുകൂലമായ ഫ്രീ കിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഡേഞ്ചർ ഏരിയയാണ്. ഡയറക്റ്റ് പോസ്റ്റിലേക്കായിരുന്നു, പക്ഷേ ആ ഷോട്ട് ഒട്ടും വേഗതയില്ലായിരുന്നു, കരുത്തില്ലായിരുന്നു. അത് കാരണത്താൽ തന്നെ അതൊന്നുമല്ലാതെ തിരികെ പോയി. പെരുമ്പാവൂരിന് അനുകൂലമായുള്ള കോർണറായിരുന്നു. അത് പുറത്തേക്ക് ആണ് ആ ബോൾ പോയത്. പെരുമ്പാവൂരിന് അനുകൂലമായൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഒരുപാട് വൈഡിൽ ആ ബോൾ പുറത്തേക്ക്. അവിടെ ഫൗൾ വിളിച്ചിട്ടുണ്ട്.
മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ള ഫൗൾ കിക്കാണ് റെഫറി വിധിച്ചിട്ടുള്ളത്. പുറത്തേക്ക്. അടിപൊളി ഷോട്ടായിരുന്നു. പക്ഷെ ഒരല്പം വ്യത്യാസത്തിനത് പുറത്തേക്ക്. മണ്ണാർക്കാടിന് അനുകൂലമായൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. പുറകിൽ നിന്ന് ഫൗള് ചെയ്തു പെരുമ്പാവൂരിൻ്റെ പ്ലെയർ. അതിൻ്റെ പ്രതിഫലനം എന്ന നിലക്കാണ് അമ്പയർ ഒരു ഫ്രീ കിക്ക് അനുവദിച്ചത്. അതെ അടി ആ പ്ലെയറെ കാര്യമായിട്ട് മറന്നു പിടിക്കും. ചെറിയ രീതിയിൽ പരിക്കും. മണ്ണാർക്കാടിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്. അമ്പയർ ലൈൻ അമ്പയർ കൊടി മുക്കിയിട്ടുണ്ട്. അത് ഓഫ് കിക്കാണ്, ഓഫായിട്ടുണ്ട്. ഓഫല്ല, അത് ഫൗൾ കിക്കാണ്. മണ്ണാർക്കാടിന് അനുകൂലമായൊരു ഫൗൾ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഡേഞ്ചർ ഏരിയയാണ്. പെരുമ്പാവൂർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടകരമായ ഒരു ഏരിയയിൽ നിന്നാണ് ആ ഫ്രീ കിക്ക് വരുന്നത്. ആ തന്ത്രമൊന്നും ആയില്ല. പുറത്തേക്ക്. ഗോൾ മിസ്സാകുന്നു. പെരുമ്പാവൂരിൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നു. പെരുമ്പാവൂരിൻ്റെ പ്ലേസ്. ഒരുപാട് വൈഡായിട്ടാണ് പുറത്തേക്ക്. വീണ്ടും ഫൗൾ. മണ്ണാർക്കാടിന് അനുകൂലമായ അടുത്ത ഫ്രീ കിക്കാണ്. മണ്ണാർക്കാട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പുറത്തേക്ക്. പിൻഡൽ ഷോട്ട് എന്ന് പറയും. ഗോളിൻ്റെ മികവിൽ അത് രക്ഷപ്പെട്ടു എന്ന് പറയണം. ഗോളിൻ്റെ മികവ് പറയാൻ വയ്യ, കാരണം അത് ബാറ് തട്ടിയിട്ടാണ് പോയത്. അല്ലെങ്കിൽ കോർണർ ആകുമായിരുന്നു. ഇരു ടീമിനും മത്സരം ടൈറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയേറെ വേഗതയിലും വാശിയിലും ആവേശകരവുമായിട്ടുള്ളൊരു ഫുട്ബോൾ തന്നെയാണ് ഇരു ടീമും കാഴ്ചവെക്കുന്നത്. ഹാൻഡ് വിധിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിന് അനുകൂലമായിട്ടാണ് ആ കിക്ക് കിട്ടിയിട്ടുള്ളത്. കിക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡയറക്റ്റ് പോസ്റ്റായിരുന്നു. പക്ഷെ ഗോളി ഈസി ആയിട്ട് ആ ബോൾ കയ്യിലെടുക്കുന്നു. ആയിരുന്നു ഒന്നുമല്ലാതെ പുറത്തേക്ക്. കളിയുടെ ആദ്യ പകുതിയുടെ ആഡ് ഓൺ ടൈം 7 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഇസാ ഗ്രൂപ്പ് പെരുമ്പാവൂർ ഇപ്പോഴും ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് ഗോളൊന്നും നേടാതെ
അടുത്തൊരു ഗോളിനായിട്ടുള്ള പരിശ്രമത്തിലാണ്. ആ ഗോൾ മടക്കുന്നതിനുള്ള കഠിന പോരാട്ടം തന്നെ മണ്ണാർക്കാടിൻ്റെ പ്ലേയേഴ്സ് കാഴ്ചവെക്കുന്നു എന്ന് വേണം പറയാൻ. ആൻബോൾ വിരിച്ചിട്ടുണ്ടോടെ. മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ള കിക്കാണ് വിധിച്ചിട്ടുള്ളത്. തന്ത്രപരമായി അത് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതാണ് കരുതുന്നത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തേക്ക് ആ ബോൾ പാസ് ചെയ്യുന്നു. അത് ഗോളായിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ മത്സരം 1-1 സമനിലയിൽ നിൽക്കുകയാണ്. ഹാഫ് ടൈമിൻ്റെ അല്പം മുമ്പായിട്ട് ആ ഗോള് മണ്ണാർക്കാട് മടക്കുന്നു. ഇപ്പോൾ ഇരു ടീമും ഓരോ ഗോള് നേടി സമനില ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ കളിയുടെ ആദ്യ പകുതിയുടെ വിശേഷം. ഇനി വളരെ കുറഞ്ഞ സമയം കൂടെ ഉള്ളൂ കളി അവസാനിക്കാൻ വേണ്ടി. ഓഫ്സൈഡ്. അടുത്ത ഗോളും കൂടെ പിറക്കുമായിരുന്നു, പക്ഷെ രക്ഷപ്പെടുന്നു. ആരുമില്ലാത്ത ചുമ്മാ ബോളുക്കുകയും പുറകുന്ന് തള്ളിയ കാരണത്താൽ മണ്ണാർക്കാട് പ്ലേയേഴ്സ് പെരുമ്പാവൂർ പ്ലെയറെ പുറകുന്ന് തള്ളി എന്ന കാരണത്താൽ ഒരു ഫ്രീ കിക്ക് വിധിച്ചിട്ടുണ്ട്. കറക്റ്റ് പോസ്റ്റാണ് ലക്ഷ്യം വെച്ചത്, പക്ഷേ ഒരുപാട് വ്യത്യാസത്തിൽ അത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കളിയുടെ ആദ്യ പകുതി അവസാനിച്ച ഒരു ടീം ഓരോ ഗോളുകൾ നേടി സമനില പാലിച്ചിരിക്കുന്നു. പെരുമ്പാവൂരുന്ന ഭാഗത്തുള്ള മുന്നേറ്റാണ്, പക്ഷേ ഗോളായിട്ട് കലാശിച്ചില്ല. ഇരു ടീമും അതിവേഗ ഫുട്ബോൾ തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. മണ്ണാർക്കാടിൻ്റെ ഭാഗത്തുള്ളൊരു അടിപൊളി മുന്നേറ്റാണ്, പക്ഷേ ആ ബോൾ അവിടെ സ്വീകരിക്കാൻ ആളുണ്ടായി. ഗോളാകാതെ പുറത്തേക്ക്. പെരുമ്പാവൂരിൻ്റെ ഭാഗത്തുള്ളൊരു മുന്നേറ്റാണ്. കോർണർ വാങ്ങുന്നത്. ഓവർ. ഡയറക്റ്റ് പോസ്റ്റിലേക്ക് എന്നാൽ ഒരുപാട് ബാറിൻ്റെ ഒരുപാട് മുകളിലൂടെ അത് വെളിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. ഭയങ്കര മുന്നേറ്റായിരുന്നു, പക്ഷേ പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. കോർണർ വീണ്ടും ഒരു കോർണർ വന്നിട്ടുണ്ട്.
മണ്ണാർക്കാടിന് അനുകൂലമായ കോർണർ കിക്കാണ് വരുന്നത്. പെരുമ്പാവൂർ ഡിഫൻ ഉയർന്ന ചാടി ഒഴിവാക്കുന്ന ഇവിടെ ഒരു ഫൗൾ കിക്ക് വരുന്നുണ്ട്. ഒരാളുടെ പരിക്കേറ്റ് വീണ് കിടക്കുന്നു. മണ്ണാർക്കാടിൻ്റെ ഭാഗത്ത് മൂവ്മെൻ്റ് അത് രക്ഷപ്പെടുന്നു പെരുമ്പാവൂരെന്ന് പറയേണ്ടി വരും. മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ളൊരു ഫൗൾ കിക്കാണ് വരുന്നത്. പെരുമ്പാവൂരിൻ്റെ ഡിഫൻഡിംഗ് നിര ഒരു മതിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ. കാര്യമായിട്ട് അപകടം ഉണ്ടാക്കാതെ ബാറിന് മുകളിലൂടെ ആ ബോർഡ് പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ്. മണ്ണാർക്കാടിന് അനുകൂലമായി വീണ്ടും ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു പ്ലെയറെ പുറകുന്നു തള്ളിയതിൻ്റെ കാരണത്താലാണ് ആ ഫ്രീ കിക്ക് വിധിച്ചത്. അതിവേഗമുള്ളൊരു കുതിക്കലായിരുന്നു. പക്ഷേ ആ ബോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നഷ്ടപ്പെട്ടുന്നുണ്ട്. അതൊരു അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ത്രോ കിട്ടിയിട്ടുണ്ട്. കോർണർ അങ്ങനെ ഒരു കോർണറായിട്ട് മാറി. പെരുമ്പാവൂരിന് അനുകൂലമായിട്ടുള്ളൊരു കോർണർ കിക്കാണ്. ഇത് ഗോളാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. രക്ഷപ്പെടുത്തുന്നു. ഫൗൾ വിളിക്കുന്നു. ഫൗൾ പിടിച്ചു വലിച്ചു. അതിൻ്റെ പേരിൽ ഫൗൾ വിളിക്കുന്നു. അങ്ങനെ പെരുമ്പാവൂരിന് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്ക്. വളരെ മണ്ണാർക്കാടിന് അപകടകരമായൊരു ഏരിയയാണത്. യെല്ലോ കാർഡ് കാണുന്നു. യെല്ലോ കാർഡ്. ഓഫ്സൈഡ് വിളിക്കും. ലൈൻ നമ്പർ നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് മിസ്സാകുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അവസരമായിരുന്നു. പക്ഷെ അവസരം മുതലാക്കിയെടുത്ത് ഗോളാക്കി മാറ്റാൻ പെരുമ്പാവൂർ പ്ലെയറിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ആ ഒരു തെറ്റിന് ഒരു കണക്ക് പറയേണ്ടി വരും എന്ന് പറയേണ്ടി വരും. മിസ്സാകുന്നു. പെരുമ്പാവൂരിന് അനുകൂലമായിരിക്കുന്ന ഫൗളായിരുന്നു. ഒരു ഫൗൾ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പാസ്സായിട്ടാണ് എടുത്തത്. അതാ ഒരു മിസ്റ്റേക്കാണ്.
പെരുമ്പാവൂർ പ്ലെയർ ജേഴ്സി നമ്പർ 7 സുമോ അദ്ദേഹം നേടിയ ഒരു ഗോളിൽ പെരുമ്പാവൂർ ഒരു ഗോള് ലീഡിലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ആവേശകരമായ മത്സരം തന്നെയാണ് ഇന്ന് ഇരു ടീമും കാഴ്ചവെക്കുന്നത്. മാന്യ ഫുട്ബോൾ പ്രേമികർക്ക് ഒരു നല്ലൊരു ഫുട്ബോൾ വിരുന്ന് തന്നെ. അടുത്ത യെല്ലോ കാർഡ് കാണിക്കുന്നു. എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. ഫൗൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഫൗളിൻ്റെ കാരണത്താൽ മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് വിരിച്ചിട്ടുണ്ട്. ഒരു വൻമതിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ഹാൻഡ് ബോൾ വിളിക്കുന്നുണ്ട്. ആ ഫ്രീ കിക്കിന് ബ്ലോക്ക് നിൽക്കുന്ന സമയത്ത് ആ ബോൾ കുടുങ്ങിയത് പെരുമ്പാവൂർ പ്ലെയറുടെ കയ്യിലാണ്. അതുകൊണ്ട് വീണ്ടും അടുത്ത ഒരു ഹാൻഡാണ് അത് വന്നത്. ഓ, പ്രതീക്ഷിക്കാത്തൊരടിയായിരുന്നു. ഒരു മുന്നേറ്റം. അമ്പയർ എന്തോ വിളിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിന് അനുകൂലമായിട്ടുള്ള കിക്കാണ് വന്നിട്ടുള്ളത്. ഓ, ടെക്നിക്കലായിട്ടുള്ളൊരു അടിയായിരുന്നു. പക്ഷെ ഗോളി ഇത് കണ്ടു, ഗോളി ഒഴിവാക്കി. അതല്ലെങ്കിൽ അടുത്തൊരു ഗോളും കൂടി മണ്ണാർക്കാടിനെതിരായിട്ട് വീഴുമായിരുന്നു. വളരെ തന്ത്രപരമായ ഒരു കിക്ക് തന്നെ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, വളരെ ടെക്നിക് പരമായിട്ടുള്ള പാസുകളൊക്കെയാണ് പെരുമ്പാവൂർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തന്നെയാണ് അവർ ആ ഗോൾ നേടുന്നതൊക്കെ. അവരുടെ പാസിംഗ് സിസ്റ്റം എന്തായാലും ഒരു വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. Ay. കാണികളുടെ ഭാഗത്തുള്ള ആരവം പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ കാണികളുടെ പിന്തുണ മണ്ണാർക്കാടിന് അനുകൂലമാണ് എന്ന് തന്നെ മനസ്സിലാക്കും. അത് ഗോളല്ല, രണ്ടാൾ പരിക്കേറ്റി കൊടുക്കുന്നു. അത് ഓഫ് സൈഡാണ്. ആവേശകരമായ ഫുട്ബോൾ മത്സരം. അത് അടുത്ത ഗോൾ കണ്ടോളി. ഓ, രക്ഷപ്പെടുന്നു. കളി ടോട്ടലി മാറ്റം വരുത്തിയ പോലെയാണ് മണ്ണാർക്കാടിൻ്റെ മുന്നേറ്റപ്പ് കാണുന്നത്.
ആവേശകരമായൊരു മത്സരം തന്നെ പ്രേക്ഷകർക്ക് കളിയിലൂടെ കാണാൻ സാധിക്കും. ഗോളാകുമായിരുന്നു. അഡോൺ ടൈം കൊടുത്തിട്ടുള്ളത് 6 മിനിറ്റ് സമയമാണ്. ഇരു ടീമും ഓരോ ഗോള് 2 ഗോള് വീതം നേടി സമനില പാലിച്ച് നിൽക്കുകയാണ്. ഇരു ടീമിനും ഒരു ഗോൾ പ്രധാനം തന്നെയാണ് വിജയിക്കണമെങ്കിൽ. ഫൗളായിട്ടുണ്ട്. അവിടെ മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ള ഫൗൾ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മിസ്പാസ് ആയിരുന്നത് പെരുമ്പാവൂരിന് പ്ലെയറിൻ്റെ കൈ കിട്ടിയൊരു അപകടമാകുമായിരുന്നു. മണ്ണാർക്കാട് രക്ഷപ്പെടുന്നു. ഫൗൾ ഫൗൾ പുറകെ നിന്ന് തള്ളി ഫൗൾ. അതാ ഗോള്. രക്ഷപ്പെടുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ പെരുമ്പാവൂരിനെതിരായിട്ട് ഒരു ഗോൾ കൂടി വിടുമായിരുന്നു. ത്രോ വിധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ട് മണ്ണാർക്കാടിനൊപ്പാണെന്ന് ഗാലറിയിൽ നിന്നുള്ള മുഴക്കം കൊണ്ട് പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടോ? പുറത്തേക്ക് പോകുന്നു. മണ്ണാർക്കാടിൻ്റെ ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ഓഫ് സൈഡ് വിളിച്ചു. 10 മിനിറ്റ് എക്സ്ട്രാ ടൈമാണ് വിധിച്ചിട്ടുള്ളത്. ഇരു ടീമും കളിയിൽ സമനില പാലിച്ചതിനാൽ ഈ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തീരുമാനിക്കാം ആരായിരിക്കും ഈ ആവേശകരമായ പോരാട്ടത്തിൽ വിജയിയെന്ന്. ഒറ്റയാൻ പോരാട്ടമായിരുന്നു. പക്ഷെ ഇത് ലക്ഷ്യം കണ്ടില്ല. മണ്ണാർക്കാടിന് അനുകൂലമായിട്ടുള്ളൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരാളെ ബോൾ വാങ്ങിക്കാനില്ലായിരുന്നു. തന്ത്രപരമായൊരു നീക്കമായിരുന്നു, ബുദ്ധിപരമായൊരു നീക്കം എന്നൊക്കെ പറയാം. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അവിടെ ആളുണ്ടായില്ല എന്നുള്ളതാണ്.
5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഹാഫ് ടൈമായി. എക്സ്ട്രാ ടൈമിൻ്റെ 2ാം പകുതി. മണ്ണാർക്കാടിന് അനുകൂലമായ ത്രോ ഡയറക്റ്റ് പോസ്റ്റിലേക്കാണ് ചെയ്യുന്നത്. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപകടം ഒഴിവാകുന്നില്ല. വീണ്ടും മണ്ണാർക്കാടിൻ്റെ പ്ലേയേഴ്സ് കുതിച്ചു പോവുകയാണ് പെരുമ്പാവൂരിൻ്റെ ഗോൾ മുതൽ ലക്ഷ്യം വെച്ച്. മണ്ണാർക്കാടിൻ്റെ ഒരു മുന്നേറ്റാണ് കാണുന്നത്. ഫൗൾ 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 ഫൗൾ. റെഡ് കാർഡ് കണ്ട് ഒരാൾ കയറുന്നു. അദ്ദേഹത്തിന് ആദ്യം യെല്ലോ കാർഡ് കാണിച്ചാണ്. പെരുമ്പാവൂരിൻ്റെ 4-ാം നമ്പർ അദ്ദേഹം റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞു. ഫൗൾ കിക്കാണ്. ഒന്നുമാകാതെ അത് പോകുന്നു. അങ്ങനെ കളി 10 മിനിറ്റ് സമയം അവസാനിക്കുകയാണ്. പോരാട്ടത്തിന്റെ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക്